ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും കാലിടറി ബി.ജെ.പി. മുന്നേറ്റം തുടർന്ന ഇന്ത്യ സഖ്യം. പശ്ചിമ ബംഗാൾ, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, തമിഴ്നാട്, പഞ്ചാബ്, ബീഹാർ എന്നീ 7 സംസ്ഥാനങ്ങളിലെ 13 മണ്ഡലങ്ങളിൽ ജനം വിധിയെഴുതി. 10 ഇന്ത്യ സഖ്യം വിജയിച്ചു. ബി.ജെ.പി. 2 മാത്രം, ഒരു സീറ്റിൽ സ്വതന്ത്രൻ. കോൺഗ്രസ് 2 സിറ്റിംഗ് സീറ്റ് 4 ഉയർത്തി. ബംഗാളിൽ ബി.ജെ.പി. ജയിച്ചിരുന്ന 3 മണ്ഡലങ്ങൾ തൃണമൂൽ തിരിച്ചുപിടിച്ചു. നിതീഷ് കുമാറിന്റെ പാർട്ടിയെ പിന്നിലാക്കി ബീഹാറിൽ വെന്നിക്കൊടി പാറിച്ച സ്വതന്ത്രൻ. കൂടുതൽ നേട്ടം തൃണമൂലിനാണ്. ബംഗാളിൽ ഒരു സിറ്റിംഗ് സീറ്റ് അടക്കം 4ൽ 4 മമത പിടിച്ചു. 2021 ബി.ജെ.പി. ജയിച്ച റായ്ഗഞ്ച്, റാണാഘട്ട് ദക്ഷിൺ, ബാഗ്ദ മണ്ഡലങ്ങൾ ഇത്തവണ തൃണമൂലിനൊപ്പം നിന്നു. സിറ്റിംഗ് സീറ്റായ മണികട്ല അവർ നിലനിർത്തുകയും ചെയ്തു. പഞ്ചാബിലെ ജലന്ധറിൽ ആം ആദ്മി പാർട്ടിയുടെ വിജയത്തിന് ഇരട്ടി മധുരമുണ്ട്. ആപ്പ് എം.എൽ.എ. ശീതൾ അങ്കൂറാൽ ബി.ജെ.പി. ക്യാമ്പിൽ ചേക്കേറിയതിനെ തുടർന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. ശീതൾ ബി.ജെ.പി. ടിക്കറ്റിൽ മത്സരിച്ചു. ആപ്പാകട്ടെ ബി.ജെ.പി. വിട്ട് തങ്ങൾക്കൊപ്പം വന്ന മൊഹീന്ദർ ഭഗതിനെ സ്ഥാനാർത്ഥിയാക്കി. 37,325 വോട്ടുകൾക്ക് മൊഹീന്ദർ ഭഗത് വിജയിച്ചു. ഹിമാചൽ പ്രദേശിൽ തിരഞ്ഞെടുപ്പ് നടന്ന 3ൽ 2 കോൺഗ്രസ് ജയിച്ചു. ദെഹ്റയിൽ മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖുവിന്റെ ഭാര്യ കമലേഷ് ഠാക്കൂർ നേടിയത് മിന്നും ജയമാണ്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദെഹ്റ, ഹാമിർപൂർ, നാലഘട്ട് മണ്ഡലങ്ങളിൽ ജയിച്ച സ്വതന്ത്രർ ബി.ജെ.പിയിൽ ചേർന്നതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇത്തവണ ബി.ജെ.പി. ടിക്കറ്റിൽ മത്സരിക്കാനിറങ്ങിയ അവരിൽ ആശിഷ് ശർമ്മയ്ക്ക് മാത്രമാണ് വിജയിക്കാനായത്. മധ്യപ്രദേശിലെ അമർവാറിൽ 3 വട്ടം എം.എൽ.എ. കമലേഷ് ഷാ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്നതോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിച്ച കമലേഷ് ഷായെ തന്നെ നേരിയ ഭൂരിപക്ഷത്തിൽ ജനം വീണ്ടും തിരഞ്ഞെടുത്തു. കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി 25,000-ൽ പരം വോട്ടിന് ജയിച്ച കമലേഷ് ഇത്തവണ ജയിച്ചത് 3,000-ൽ പരം വോട്ടിനാണ്. ബീഹാറിൽ ജെ.ഡി.യുവിന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന റുപൌലിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശങ്കർ സിംഗ് വിജയിച്ചപ്പോൾ എൻ.ഡി.എ. സഖ്യത്തിന് അത് മറ്റൊരു തിരിച്ചടിയായി. ഉത്തരാഖണ്ഡിൽ കോൺഗ്രസ് സിറ്റിംഗ് സീറ്റായ ബദ്രിനാഥ് നിലനിർത്തുകയും ബി.എസ്.പിയുടെ കൈവശമിരുന്ന മംഗ്ലോർ സീറ്റ് തിരിച്ചുപിടിക്കുകയും ചെയ്തു. ത്രികോണ മത്സരം നടക്കുമെന്ന് വിലയിരുത്തപ്പെട്ട തമിഴ്നാട്ടിലെ വിക്രാവണ്ടിയിൽ ഡി.എം.കെ. സ്ഥാനാർത്ഥി അണ്ണിയൂർ ശിവ പട്ടാളി മക്കൾ കക്ഷി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത് 60,000-ൽ പരം വോട്ടുകൾക്ക്. മോദി പ്രഭാവം അവസാനിച്ചിട്ടില്ലെന്ന ബി.ജെ.പി. പ്രചാരണത്തിന് കിട്ടിയ മറ്റൊരു പ്രഹരമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം. ഒപ്പം ഇന്ത്യ സഖ്യം അവരുടെ കുതിപ്പ് തുടരുന്നുവെന്നതിന്റെ സൂചനയും.